AVT പ്രീമിയം വനിതാരത്നം 2-ലെ റിഫ്ലക്ഷൻസ് റൗണ്ടിൽ നമുക്ക് സ്വാഗതം ചെയ്യാം സ്നേഹത്തോടെ അടുത്ത മത്സരാർത്ഥി ലാവണ്യ രഞ്ജിത്ത്. ഒരു ഭയങ്കര ശോകഭാവം മുഖത്ത്. ശോകമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആ കഥാപാത്രമായിട്ട് വന്ന വഴി തന്നെ ഒരു കഥാപാത്രത്തെ ഇങ്ങനെ സംശീകരിച്ച് പോലെയായിരുന്നു. ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ സങ്കടപ്പെട്ട് നിൽക്കുന്ന ആളോട് കൂടുതലൊന്നും ചോദിക്കാൻ എനിക്ക് സാധിക്കാത്തതുകൊണ്ട് താങ്ക് യു. നമസ്കാരം ലവണ്യ. നമസ്കാരം സർ. എന്താ ചെയ്യാൻ പോകുന്നത്? പെരുമഴക്കാലത്തിലെ കാവ്യയുടെ റോള്. കാവ്യ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ദയവേത് കഥാപാത്രത്തിൻ്റെ പേര് പറയാം, നമുക്ക് ആക്ടേഴ്സിനെ ഒഴിവാക്കാം. ഗംഗ. ഓൾ ദി ബെസ്റ്റ്. നന്നായിരിക്കും കേട്ടോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. നന്നായിട്ടൊക്കെ ചെയ്യണം. ശ്രമിക്കാം സർ. മണിമാമ, അവരെ കണ്ടോ? ആ സ്ത്രീ റസിയ അടുപ്പരയിൽ ഇരിപ്പുണ്ടായിരുന്നില്ലേ? ഈശ്വര നിശ്ചയങ്ങള് മനുഷ്യർക്ക് മറികടക്കാനാവില്ലല്ലോ കുട്ടി. പോയി അവര്. കുറെ മുമ്പ് മഴയത്ത് ഒരു നിഴല് പോലെ പോണ കണ്ടു. മോളെന്താ ഇറങ്ങിപ്പോന്നത്? അവരുടെ വിധി അതവരനുഭവിച്ചു തന്നെ തീരണം. ഈ വിധി ദൈവം നിശ്ചയിച്ചതാണോ മണിമാമ? തീരുമാനിക്കാൻ ഈശ്വരൻ എന്നെ ഏൽപ്പിച്ചിരിക്കല്ലോ. എൻ്റെ ഒരു കയ്യൊപ്പിലല്ലേ ഒരാളുടെ ആയുസ്, എൻ്റെ ഈ വിരൽ തുമ്പിലല്ലേ ഒരാളുടെ ജീവൻ. അപ്പോൾ ഞാനതൊന്നും ചെയ്തില്ലെങ്കിൽ ആ പാവം സ്ത്രീയുടെ പ്രാർത്ഥനയ്ക്കും കണ്ണീരിനും എൻ്റെ മുമ്പിൽ ഒരു വിലയില്ലാണ്ട് ആവുമല്ലേ? ഇനി പറഞ്ഞിട്ടെന്താ? പോയില്ല ആ കുട്ടി. അല്ലെങ്കിൽ തന്നെ മോളുടെ നല്ല മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്കാന്ന് വെച്ചാ എന്തൊക്കെയാ അതിന്റെ പേരുണ്ടാവും നിശ്ചയുണ്ടോ? വേണ്ട കുട്ടി, തിരിച്ചു പോയിക്കോളും. ഇറങ്ങി വന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ആലോചിച്ചു മണിമാമേ, ഞാൻ ഒരുപാട് ആലോചിച്ചു. അവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും ഈ ശാപം ഏറ്റെടുക്കാൻ എൻ്റെ രഘുട്ടൻ്റെ ആത്മാവിനോട് പറയില്ല. ശാപം കിട്ടും എനിക്ക് ആ സ്ത്രീയെ ഉപേക്ഷിച്ച. ഇപ്പൊ ഈ മനസ്സ് ഞാൻ അറിയുന്നുണ്ട്. ഇനി ഒന്നും ആലോചിക്കണ്ട, നമുക്ക് കാണാവരെ. ഇത് തന്നെ ആവണം വീട്. റെയിൽവേ ഗേറ്റിന് അടുത്തെന്നാ പറഞ്ഞിരുന്നത്. കുഞ്ഞിക്കണ്ണന്റെ വീട് തന്നെയല്ലേ? അതെ. റസിയ. ആരാ? ഞാൻ ഗംഗ. എവിടെ റസിയ? അയ്യോ, ആ മോളാണോ ഇത്? കൽപ്പാത്തിയിലെ? എന്റെ ഈശ്വര, അവരെന്തേ? അതെ, നോക്കേ, ദൈവം തമ്പുരാനെ അയച്ചിരിക്കണു. ഒടുവില് ഗംഗ കടലാസ് ഒപ്പിട്ട് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഓ ദൈവമേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? പോയല്ലോ അവര്. ഇപ്പൊ വെളുപ്പിനുള്ള വണ്ടിക്കാ പോയത്. ആ കടലാസൊക്കെ അവർ കൊണ്ടുപോവുകയും ചെയ്തു. ഫലമില്ലാണ്ടായാലും എന്റെ കുട്ടി. ഓരോന്നും ചെയ്തു. ഇനി തിരിച്ചവിടെ ചെല്ലുമ്പോ എന്താവും അവസ്ഥ? ഇല്ല, ഒപ്പിട്ട് കൊടുത്തിട്ടേ തിരിച്ചു ചെല്ലുള്ളൂ. വൈകിക്കണ്ട, പോവാൻ മണിമാമൻ നമുക്ക്. എങ്ങട്ടാന്ന് വെച്ചിട്ടാ? എങ്ങോട്ടേക്കാ അവര് പോയിട്ടുണ്ടാവുക? കോഴിക്കോട്ടേക്ക്, വീട്ടിലേക്ക് തന്നെയാ. പോവാം മോളെ. അവിടം വരെ സാരില്ല, പോവാൻ നമുക്ക്. വൈകിക്കണ്ട.
റസ്യ നോക്ക്. റസ്യ ഇല്ല, റസ്യ വൈകിട്ടില്ല. എൻ്റെ മനസ്സ് പറയുന്നു. എല്ലാ ഈശ്വരന്മാരെയും വിളിച്ചാൽ ഞാൻ ഇറങ്ങിയത്. വൈകിട്ടുണ്ടാവില്ല. വേഗം വേഗം എണീക്ക്. എവിടെയാണ് ഞാൻ ഒപ്പിടേണ്ടത്? പറയേ റസ്യ. റസ്യ ഡോക്ടർ വരും. ദൈവം തിരിച്ചു കൊണ്ടുതരും.